ഹലോ മക്കളെ, നമ്മുടെ സ്കൂൾ ലൈഫ് ഇതാ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഒരൊറ്റ വർഷം മാത്രമാണ്. ഇനി നമ്മൾ കോളേജ് ലൈഫിലേക്കാണ് എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കൊക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഇമ്പ്രൂവ്മെന്റ് എക്സാമും പ്രാക്ടിക്കൽ ലാബുകളുടെ എക്സാമും അതുപോലെ നമ്മുടെ ബോർഡ് എക്സാമും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാലമാണ് നമ്മുടെ പ്ലസ് ടു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് മിസ് ചെയ്യാനൊക്കെ തുടങ്ങും അല്ലേ. അപ്പോൾ ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പോൾ എല്ലാവർക്കും പഠനം വളരെ ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ലെ. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ PYQസും അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും PDF നോട്ടുകളും ലൈവ് സെഷൻസും ഡൗട്ട് ക്ലിയറൻസും അങ്ങനെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മുടെ ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ബോണസ് പോയിന്റ് കൂടി ഉണ്ട്. അതെന്താണെന്നറിയോ, നമ്മുടെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. അത് എല്ലാവർക്കും കിട്ടൂല. ഓക്കെ, ആ ബുക്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ബുക്കുകളാണ്. നിങ്ങളെ പ്ലസ് ടു ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഗൈഡുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അതാണ് എല്ലാവരും കാണുന്ന ഒരു കാര്യം അല്ലെ. പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. ചിലർക്ക് ഡോക്ടർ ആവണം എന്നുണ്ടാവാം, ചിലർക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട്, ചിലർക്ക് നല്ല അടിപൊളി ലെക്ചേഴ്സ് ആയി മാറണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. ആ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായ രീതിയിൽ എന്താ പറയുക സഫലമാകണമെങ്കിൽ നമ്മൾ പ്ലസ് ടു ലൈഫ് നന്നായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. 1200 മാർക്ക് തന്നെ നമ്മൾ സ്കോർ ചെയ്യണം. അതിൽ കുറഞ്ഞ ഒന്നുമില്ല. 90 above% കിട്ടിയില്ലെങ്കിൽ നല്ല കോളേജുകളിലൊന്നും അഡ്മിഷൻ കിട്ടൂല. പിന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു അഡ്മിഷനൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒരു വർഷം ബാക്കിയുണ്ട്. ഓക്കെ, ഇനിയും വൈകിട്ടില്ല. നിങ്ങൾ പ്ലസ് 1 എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, മാത്സിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വളരെയധികം ടെൻഷനിലൊക്കെ ആയിരിക്കും. നിങ്ങൾ അതൊക്കെ മറന്നേക്കാം. ഓക്കെ, പ്ലസ് 2 നമുക്കൊരു വർഷമുണ്ട് മുന്നിൽ, ഒരു വർഷമുണ്ട് നമ്മുടെ മുമ്പിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വർഷത്തെ ഓരോ സെക്കൻഡ്സും നമ്മൾ അടിപൊളിയായിട്ട് എന്താ യൂട്ടിലൈസ് ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഫാമിലി എന്നും ഉണ്ടാവും, ഇന്നും ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫുൾ മാർക്കോട് കൂടി പ്ലസ് 2 നമുക്ക് പാസ്സാവാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.